ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞത്. നമ്മള് ഈ ദുബായില് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോ വർക്ക് ചെയ്യുന്ന മീൻസ് ഒരു പാർട്ട്ണറായിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ദുബായില് വിസ ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നമുക്ക് പറ്റുമോ? ഒന്നാമതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അവിടെ എന്തെങ്കിലും, എൻ്റെ ഒരു സുഹൃത്തിനൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാല്, ഒരു സ്ട്രോക്ക് ഉണ്ടായ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോ അവിടെ ഹോസ്പിറ്റലിലെ അവർക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല, അയാൾ പാർട്ട്ണർ രീതിയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട്, 90,000 ദിർഹംസോളം വന്ന്. പക്ഷെ ചെറിയൊരു സംരംഭമായിട്ട് ഉണ്ടായ ഒരാളായിരുന്നു. പക്ഷെ അയാൾക്കത് അടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അങ്ങനെ കുറെ അന്ന് ഡോക്ടർ നമ്മളോട് നിർദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, നിങ്ങളടുത്ത് ഒരു നോർമൽ ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിത് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ മറ്റു പോയിട്ട് ഇത് കവർ ചെയ്യായിരുന്നു. ഇതില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് നമുക്ക് അനുവദനീയമാണോ എന്ന് ചോദിക്കാം. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ശർഈയായി ഇസ്ലാമികമായി അനുവദനീയമായ ഇൻഷുറൻസ് സ്കീമുകൾ ലഭ്യമായ രാജ്യമാണ് UAE എന്ന് പറയുന്നത്, മിഡിൽ ഈസ്റ്റ് കൺട്രികളെല്ലാം. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പൊ ചില രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള എമർജൻസി കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഗവൺമെന്റിന്റെ വിസയോടൊപ്പം നിർബന്ധിതമായി എടുക്കപ്പെടേണ്ട ഇൻഷുറൻസിൽ തന്നെ അത് കവറായി പോകുന്ന രാജ്യങ്ങളുണ്ട്. അതിന് പുറമെ അതല്ലാതെ നമ്മൾ മറ്റ് ഇൻഷുറൻസ് സ്കീമുകളിൽ അംഗമായെങ്കിൽ മാത്രം കവറേജ് അല്ലെങ്കിൽ നമുക്ക് ഈ ചിലവുകൾ ലഭിക്കുന്നതായ രാജ്യങ്ങളുണ്ട്. അപ്പം UAE അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തകാഫുൽ ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. ഇസ്ലാമികമായി ശർഈയായ നിലക്ക് അനുവദനീയമായ ഇൻഷുറൻസ് സ്കീമുകൾ ലഭ്യമായ ഒരു നാടാണ് UAE എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇൻഷുറൻസ് സ്കീം എടുക്കാൻ പോകുമ്പോൾ എനിക്ക് തകാഫുൽ സ്കീം വേണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ ഇസ്ലാമിക് ഇൻഷുറൻസ് സ്കീമുകൾ വേണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അവർ നിങ്ങൾക്ക് അത്തരം ഇൻഷുറൻസ് സ്കീമുകൾ നൽകും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഭീമമായ ചികിത്സാ ചിലവുകൾ വരുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചും അത്തരത്തിലുള്ള നാടുകളിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ വലിയ രൂപത്തിൽ എന്താ പറയുക, സാമ്പത്തിക സുരക്ഷ തന്നെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കുള്ള അവസ്ഥയിലേക്ക് പോകാൻ ഇടയുള്ള നാടുകളിലൊക്കെ ഉള്ള ആളുകൾ അവിടെ അവർക്ക് ലഭ്യമായ തകാഫുൽ ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് എടുക്കാം. അതോടൊപ്പം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ടെങ്കിൽ അതിലും അവർക്ക് ഭാഗവാക്കാകാം. വല്ലാഹു ആലം.